വലിയൊരു കോളുണ്ട്, ഉടനെ എത്തണമെന്ന് ബാഹുലയൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നപ്പോൾ കോബ്രദറുടെ വീട്ടിൽ ആരുമില്ല, പൂട്ടിയിരിക്കുന്നു. ബാഹുലയൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ബാഹുലയനുമില്ല. അയാളുടെ ഭാര്യ ആകെ ടെൻഷനായിരിപ്പുണ്ട്. തരാൻ തെളിവൊന്നുമില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവരിപ്പോ CBI കസ്റ്റഡിയിലാണെന്ന്. ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം റിലീസ് ചെയ്തേ പറ്റൂ. അതിനൊരു മാർഗമേ ഉള്ളൂ. എന്ത്? അയാളുടെ ഭാര്യയെ വിളിച്ചിട്ട് രാത്രി ഇയാൾ എന്ത് ചെയ്യാനാ? കഴിവെങ്കിൽ വിളിക്കടോ, ബാക്കി ഞാൻ ചരച്ചോളാം. എടുത്ത് കുത്തി കുത്തി വിളിക്കേ. ടാക്സി പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. 9 മണിക്കാ ഫ്ലൈറ്റ്. ഇനി ഫ്ലൈറ്റ് എങ്ങനെ മിസ്സാവൂ? അഥവാ മിസ്സായാലും ഇത്തവണ ഇവിടെ ഉണ്ണാലോ. ഊണ് അടുത്ത വർഷമാകല്ലോ മിസ്റ്റർ ഗണേഷ്. ഇതല്ല, ബാംഗ്ലൂർ മലയാളി അസോസിയേഷന്റെ ഇത്തവണത്തെ മഹാബലി ഞാനാ. സാറോ? എന്താ എന്റെ രൂപ അതിന് ഇണങ്ങുന്നതല്ലേ? ആ വേഷവിധാനങ്ങളൊക്കെ ഇട്ട് എന്നെ ഒന്ന് കാണണം. പോരുന്നോ? ഇല്ല. ടാക്സി കാണുന്നില്ലല്ലോ. തിരുവോണത്തിന് ഹർത്താലായിരിക്കും. ഇതുവരെ പതിവില്ല. ഇനി അത് ആയിക്കൂടുന്നില്ലല്ലോ. സാറിന് ആളെ മനസ്സിലായി? മനസ്സിലായി. സത്യദാസ്, പഴയ ദേവദാസിന്റെ മകൻ. മിസ്സിസ് ബാഹുലയുടെ പരാതി പ്രകാരമാണ് ഞാൻ വന്നത്. അവരുടെ ഭർത്താവ്, അനിയത്തി, അനിയത്തിയുടെ ഭർത്താവ്, അങ്ങനെ 3 പേർ നിങ്ങളുടെ അൺഓതറൈസ്ഡ് കസ്റ്റഡിയിലാണ്. ഇമ്മീഡിയറ്റ് ആയി അവർ റിലീസ് ചെയ്യണം. നമ്പൂരി കൊല്ലത്തിൽ പൊറോട്ട് നാടകം കളിച്ച് ആളെ പറ്റിക്കാൻ നാണമില്ലൂടെ തനിക്ക്? അവരെ ഉടൻ റിലീസ് ചെയ്യണം, ഇല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. ബലം പ്രയോഗിക്കേ? ബലവാൻ? അവിടുത്തെ ആ ബലം താങ്ങാനുള്ള ബലം ഈ ശരീരത്തിന് ഉണ്ടാവുക. കസ്റ്റഡിയിലുള്ളവരെ വിട്ടുതരില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. എന്നാൽ അവരെ വേഗം വിടറോ. അതിനു മുമ്പ് ചെറിയൊരു ജോലി സാറ് തീർക്കാനുണ്ട്. രാധാദേവി അറിയോ? മിസ്സസ് ടി രാധാദേവി, ഇവിടുത്തെ മജിസ്ട്രേറ്റ്. മാഡത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് സാറിന്റെ ഫ്രണ്ടിനെ ഫാമിലിയെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ആ ഉത്തരവ് പിൻവലിക്കാൻ സാറ് മജിസ്ട്രേറ്റിനോട് കൽപ്പിച്ചാൽ ഹോൾ ഫാമിലിയെ ആഘോഷപൂർവ്വം ആനയിച്ച് കൊണ്ടുപോകാമല്ലോ. അല്ലേ മിസ്റ്റർ ചാക്കോ? അതന്നെ. കുട്ടിസ്വാമി, സാപ്പാടുക്ക് ഗസ്റ്റ് എടുക്ക്. തിരുവോണം തന്നെ പായസം ചേർത്ത് ഭേഷ സാപ്പിട്ട് പോലെ. ചക്രവ്യാധി ഒന്നുമില്ല. കേവലം കുറച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനുള്ള ഒരു ചെറിയ സഹായം മാത്രമേ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണവും താങ്കൾ തന്നെയാണ്.
മനസ്സിലായില്ലേ ഗണേഷ്? സർ. എടോ, ഈ ബിനാമി ഇടപാട് മാത്രമല്ല, ഇതുപോലെ വേറെ ബിനാമി ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നതിന് നടത്തുകയും ചെയ്യും. ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകം ടാക്സിന്. അത് ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞു എന്നല്ലാതെ. എന്നാൽ ഒട്ടും തമാശയില്ലാത്തൊരു കാര്യം പറയട്ടെ. CBI ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകത്തെ കുറിച്ചാണ്. ആ കൊലപാതകത്തിന്റെ ലാഭത്തിൽ പങ്കുപറ്റിയ ആളും കൊലപാതക തന്നെയാണ്. അണ്ടർ സെക്ഷൻ 120B പാർട്ട് ഓഫ് കോൺസ്പിറസി. ഈ കേസ് ഇത്രയും കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിക്ക് അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ദാക്ഷിണ്യം പ്രതീക്ഷിക്കാം. മറിച്ച് ഞങ്ങളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല രീതി. എന്തിന്റെ പ്രത്യുപകാരമായിരുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്? അതിന് പകരം എന്താ നിങ്ങൾ സാധിച്ചു കൊടുത്തത്? ഈ ട്രാൻസാക്ഷന് പിന്നിലെ ഹിഡൻ അജണ്ട എന്തായിരുന്നു? പറഞ്ഞേ തീരൂ ബാഹുലേയ. പറയാം. ഒരു ശനിയാഴ്ച രാത്രിയാണ് മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടവും ശവടക്കം കഴിഞ്ഞ് എന്നെ കാണാൻ ഔസപ്പച്ചനും വർക്കിയും സത്യദാസും കൂടെ വന്നിരുന്നു. മാനക്കുഞ്ഞിനെയും മരുമകളെയും ഏതോ കള്ളന്മാർ കൊന്ന് ആ വീടാകെ കൊള്ളയടിച്ചു. നമ്മൾ ഉടൻ നീങ്ങിയില്ലെങ്കിൽ ബാക്കിയുള്ള സ്വത്തുക്കൾ മുഴുവൻ ഏതെങ്കിലും മുള്ളിയാത്തെറിച്ച ബന്ധുക്കൾ വന്ന് കൈക്കലാക്കും. ഞാനിപ്പോഴെന്താ ചെയ്യേണ്ടത്? മാണിക്കുഞ്ഞ് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്വത്തുക്കൾ പാർട്ട്നേഴ്സിന്റെ പേരിൽ വിറ്റതായിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും റെഡിയാണ്. ആവശ്യമുള്ള ഒപ്പും കൈരേഖകളും അടക്കം. അതിന് സ്വത്തുക്കൾ ആരാർക്ക് എപ്പോ വിറ്റു? ഇപ്പോ വിറ്റു. എടോ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിറ്റെന്ന് കൂട്ടിക്കോ. മാണിക്കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പലത്തെ ഡേറ്റുകളിൽ വാങ്ങിയ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തയ്യാറാക്കിയതാണ് ഈ പ്രമാണങ്ങളെല്ലാം. വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്ന വസ്തുക്കളുടെ എല്ലാം പ്രമാണങ്ങൾ ഒട്ടും സംശയം തോന്നാത്ത വിധത്തിൽ കൃത്യമായി സർവേ നമ്പർ അടക്കം എലിക തിരിച്ചിതിൽ എഴുതിയിട്ടുണ്ട്. പ്രമാണങ്ങളുള്ള മാണിക്കുഞ്ഞിന്റെ ഒപ്പും കൈരേഖയും ഒറിജിനലാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒറിജിനലിനേക്കാൾ പെർഫെക്റ്റ് ആണെന്നാണ് അവർ എന്നോട് മറുപടി പറഞ്ഞത്. എന്നിട്ട് ആ ഡോക്യുമെന്റുകൾ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ട ദിവസം ശനിയാഴ്ച പകൽ ഓഫീസിൽ ഇരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തായിട്ട് വരുത്തണം. അപ്പൊ ബാഹുലേൻ എന്ത് പറഞ്ഞു? എന്ന് തോന്നിയ ദിവസം നിങ്ങൾ ഈ പറയണേ. വിൽക്കുന്ന ആൾ നേരിട്ട് രജിസ്റ്റർ ഓഫീസിൽ വന്ന് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും തമ്പ് ഇംപ്രഷൻ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പൊ ചത്ത് കുഴി കിടക്കുന്ന ആളെ എങ്ങനെ കൊണ്ടുവരാനാ? നടക്കില്ല. ഇവിടെയാണ് രജിസ്ട്രാർ സാറിന്റെ ചെറിയൊരു സഹായം ഇവർക്ക് വേണ്ടത്. കുറെ നേരത്തേക്ക് ഓഫീസിലുള്ള രജിസ്റ്റർ ഒന്ന് തന്നയച്ചാൽ ഒപ്പും വേണ്ട കൈരേഖകളും ഈ ലോകത്തൊരാൾക്കും സംശയം വരാത്ത രീതിയിൽ ഇടിച്ച് തിരികെ കൊണ്ട് തന്നേക്കാം. അല്ല, അതിപ്പോ അവശേപിച്ചോ തരും. അതിന് പ്രത്യുപകാരമായി അവരാ ഷോപ്പിംഗ് കോംപ്ലക്സ് എനിക്ക് ഓഫർ ചെയ്തു. അത് നിരസിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ സമ്മതം മൂടി. അന്ന് ഞായറാഴ്ച ഓഫീസ് തുറന്ന് ഞായറാഴ്ച രാത്രി തന്നെ ആവശ്യമുള്ള ഒപ്പും കൈരേഖകളും ഇട്ട് അവരാ രജിസ്റ്റർ തിരിച്ചു തന്നു. അതാത് ദിവസം രജിസ്റ്റർ ക്ലോസ് ചെയ്യണ്ടല്ലേ? പിന്നെന്താ ഞായറാഴ്ച? സാധാരണ രജിസ്റ്റർ അതാത് ദിവസം ക്ലോസ് ചെയ്യും. പക്ഷെ ശനിയാഴ്ച തിരക്ക് കൂടുതലുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ക്ലോസ് ചെയ്യാറുള്ളൂ. ആ ശനിയാഴ്ച രജിസ്റ്റർ ക്ലോസ് ചെയ്തിരുന്നില്ല. ഇനി ക്ലോസ് ചെയ്താലും ഏതെങ്കിലും തരത്തിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കും. 3.5 കോടിയുടെ ഓഫറല്ലേ അപ്പുറത്ത് കിടക്കുന്നത്. ഈ മാണിക്കുഞ്ഞിന്റെ ഒപ്പും വിരലടയാളവും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു? ഏതൊപ്പം അനുകരിക്കാൻ കഴിവുള്ളൊരു ഫ്രോഡിനെ സത്യദാസിന് അറിയാം. അവനാ മാണിക്കുഞ്ഞിൻ്റെ ഒപ്പിട്ടത്. പക്ഷെ കൈരേഖ എങ്ങനെ ഒപ്പിച്ചെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവർ പറഞ്ഞില്ല. ഇതിനെക്കുറിച്ച് അന്നുണ്ടായ വിജിലൻസ് കേസ് ഇതിലാണ് ഒതുക്കിയത്. ഈ ഔസേപ്പച്ചനെയും കൂട്ടരെ ഉടനെ കാണും. വിരലടയാളത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി അവർ പറയും. സർ.